2021 അഫ്ഗാനിസ്ഥാനിലെ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം താലിബാൻ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെയും അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് നിരവധി മനുഷ്യാവകാശ ദംശനങ്ങളാണ് അഫ്ഗാനിസ്ഥാനിൽ നടപ്പാക്കിയത്. സ്വതന്ത്രമായി സ്ത്രീകൾ സഞ്ചരിക്കുന്നതിനും സമൂഹമധ്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതിനും താലിബാൻ നിയന്ത്രണം കൊണ്ടുവന്നു. പെൺകുട്ടികൾക്കായുള്ള സ്കൂളുകളും സർവകലാശാലകളും താലിബാൻ അടച്ചുപൂട്ടി. പുരുഷനൊപ്പമല്ലാതെ സ്ത്രീകൾക്ക് യാത്ര ചെയ്യുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങളാണ് താലിബാൻ ഏർപ്പെടുത്തിയത്. പശ്ചിമ രാജ്യങ്ങളിലെ നയതന്ത്ര ഉദ്യോഗസ്ഥർ പറയുന്നത് സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് താലിബാൻ നിലപാട് മാറ്റാതെ അന്താരാഷ്ട്ര അംഗീകാരമെന്നത് സ്വപ്നം മാത്രമായിരിക്കും എന്നാണ്. ICC പുറത്തുവിട്ട പ്രസ്താവനയിൽ താലിബാൻ ആധ്യാത്മിക നേതാവായ ഹൈബത്തുള്ള അഖുൻസദയും താലിബാൻ തലവൻ ജസ്റ്റിസായ അബ്ദുൽ ഹക്കീം ഹക്കാനിയുമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ലിംഗത്തെ അടിസ്ഥാനമാക്കിയുള്ള കുറ്റകൃത്യങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളും പെൺകുട്ടികളും അനുഭവിക്കുന്നത് താലിബാന്റെ ലിംഗനയം, താലിബാൻ ആശയങ്ങളുമായി യോജിക്കാത്ത മറ്റ് ആളുകൾക്കെതിരെയും താലിബാൻ നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ തെളിവുകൾ കോടതിയിലുണ്ടെന്നും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വ്യക്തമാക്കി. അതേസമയം ലോകരാജ്യങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനെ അംഗീകരിച്ച് രംഗത്തെത്തിയ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകം ചർച്ച ചെയ്തിരുന്നു. താലിബാൻ എന്ന റാഡിക്കൽ ഇസ്ലാം ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ വരും ദിവസങ്ങളിൽ ലോകം ചർച്ച ചെയ്യും.